ഹായ്, വീണ്ടും വന്നിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ പഴയ വർക്കിൻ്റെ കണ്ടിന്യൂഷൻ വർക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഗ്മെൻറ്റ് നമ്മൾ ഞാൻ ഇന്ന് പറയട്ടെന്ന് എന്നതാ കീറി വിട്ടോ, കട്ട് ചെയ്ത് വിടും. എങ്ങനെ മറ്റേ ഷീറ്റ് കുറച്ച് കട്ട് ചെയ്താൽ മതിയല്ലോ. അത് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഷീറ്റ് എല്ലാം ഇറക്കാൻ പോകും. ഇറക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഒന്നോ രണ്ടോ ഷീറ്റൊക്കെ ഇറക്കി ബാക്കിയുള്ള ഷീറ്റുകൾ ഇങ്ങനെ ഇറക്കണം, കട്ട് ചെയ്തിറക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. 2-3 വീഡിയോക്കകത്ത് പറയുന്നുണ്ട് സ്ഥിരമായിട്ട് തന്നെ അഴിക്കാൻ പോകണം. ഇപ്പോൾ ഇന്ന് അഴിക്കുന്നു എന്നുള്ളേ ഉള്ളൂ. അഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ നേരത്ത് ബാക്കി പുറകെ കാണിക്കാം. നിങ്ങൾ വീഡിയോ ഇങ്ങനെ ബോറടി ഇല്ലെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ നിങ്ങൾ പറയുക. ഓക്കെ, രാവിലെ തന്നെ നല്ല വെയിലാണ് പ്രശ്നം. നല്ല വെയിലാണ്. അടിക്കാൻ പറ്റത്തില്ലേ? അടിക്കാമല്ലോ. ഓക്കെ, ചില ബോൾട്ടൊന്നും ഇവിടെ പഴയ അടിച്ചിരുന്ന ഷീറ്റിൻ്റെ വർക്കിന് താഴെ സ്ക്വയർ ട്യൂബ്സും 1 ഇഞ്ചിൻ്റെ ആംഗ്ലറും ഒക്കെയാണ്. അപ്പം ബോൾട്ടും ആംഗ്ലറും ഒക്കെ കൂടെ ഒരുമിച്ചിരുന്ന് തുരുമ്പടിച്ച് അത് നാശമായി പോയി. അപ്പം ബോൾട്ട് അഴിയുന്നില്ല. അഴിയാതെ വരുമ്പോൾ നമ്മൾ പിന്നെ സ്പാനർ ഉപയോഗിച്ച് നമ്മൾ പിന്നെ അഴിച്ചെടുക്കുകയാണ് പതിവ്. അതുതന്നെ ഇവിടെയും ചെയ്യാൻ നിൽക്കുന്നു. കുഴപ്പമില്ല. എന്ത് പ്രശ്നമാണ് നമ്മൾ അത് നടന്നില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയും. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ദീപക് അവിടെ തണൽ നോക്കി അവിടെ ഇരിപ്പുണ്ട്. ഒരു പരിപാടിയില്ല, ചുമ്മാ കുത്തിരിക്കുകയാണ്. പിന്നെ ഒരു പുള്ളിക്കാരൻ അങ്ങേറ്റത്തിരുന്ന് കഷ്ടപ്പെടുന്നതാണ്. ഭയങ്കര കഷ്ടപ്പാടാണ് പെട്ടെന്ന്. അപ്പം പുത്തനച്ചി പുറപ്പരം തൂക്കും എന്നുള്ളൊരു വാക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയായിപ്പോൾ. 4 ദിവസം കഴിയുമ്പോൾ അറിയാം എന്താണെന്നുള്ള കാര്യം. സതീശൻ പിന്നെ എല്ലാം ഓൾറൗണ്ടറാണ്. പുള്ളി ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ എന്ത് ചെയ്യണം, എന്താണ് അടുത്ത പണി പണിയേണ്ടതെന്നുള്ളത് നോക്കിക്കൊണ്ട് പുള്ളിയാണ് ഈ എന്താ പറയുക, മുങ്ങിക്കപ്പല്ലാത്തൊന്ന് പുറത്ത് വരുന്ന പുള്ളി ഇടയ്ക്കിടയ്ക്ക് കയറി വരും, പിന്നെ പോകും. അറിയത്തില്ല എന്താ സംഭവം. വൈകുന്നേരം ആകുമ്പോൾ വിയർപ്പിന് അസുഖമുള്ളൊരു പുള്ളിയാണ്. വൈകുന്നേരം ആകുമ്പം താഴെ നിന്ന് കുറച്ച് ചെളിയൊക്കെ എടുത്ത് ഇങ്ങനെ ദേഹത്തൊക്കെ പൊടിയൊക്കെ ഇങ്ങനെ തൂത്തിട്ട് ഭയങ്കര പണിയായിരുന്നു. പോലെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ചിട്ട് ഇങ്ങനെ തുടയ്ക്കും. ഭയങ്കര വിയർപ്പാണ്, സഹിക്കാൻ വല്ലതും. നമ്മളങ്ങ് സമ്മതിക്കും പോട്ടെ, പാമ്പ് പിടിക്കാം. അപ്പോൾ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോൾ കുറേ അടുത്ത പരിപാടി ആകുമ്പോൾ അത് കുറേ വരാം. അലുമിനിയം ഷീറ്റ് അതുകൊണ്ട് വലിയ വെയിറ്റ് ഒന്നുമില്ല സാധനത്തിന്. ഷീറ്റ് വലിയ വെയിറ്റ് ഇല്ല, പക്ഷേ നമ്മൾ ചവിട്ടുമ്പോഴൊക്കെ ഭയങ്കര നന്നായിട്ട് നോക്കി. ഷീറ്റ് ചവിട്ടുമ്പം വളരെ ശ്രദ്ധിച്ച് വേണം ചവിട്ടി വേണം നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത്. കാരണം ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണ് അലുമിനിയം. അതുകൊണ്ട് കേബിൾ പോകുന്നുണ്ട്, കട്ടായിരുന്നു, നോക്കിക്കോണം. രണ്ടാമത്തെ ഷീറ്റ് ഇറങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ആദ്യത്തെ അടുത്ത ഷീറ്റ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞു. അടുത്ത ഷീറ്റ് അടിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ ഷീറ്റ് അടിക്കണമെങ്കിൽ ഷീറ്റ് അടിച്ചതിന് ശേഷമാണ്, ഷീറ്റ് നേരത്തെ ഇട്ടതിന് ശേഷമാണ് അവർ പൈപ്പ് അവിടെ ഇൻബിൽറ്റ് ചെയ്തത്. പൈപ്പ് ഇത് ഇങ്ങനെ തുളയിട്ട് അപ്പം ഇങ്ങനെ ഹോളിട്ട് കട്ട് ചെയ്ത് ഇറക്കി വെക്കുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഭയങ്കരമായിട്ട് ലീക്കേജ് ഉണ്ടായത്. നമ്മുടെ ഈ ഭാഗത്ത് കണ്ടോ ഭയങ്കരമായിട്ട് ലീക്കേജ് ഗ്യാപ്പ് ഉണ്ടായി. സിലിക്കോൺ ഇട്ടാലോ എംസിൽ ഇട്ടാലോ ഒന്നും നിൽക്കത്തില്ല. പക്ഷേ ഈ ഒരു ലെഗ് ഇതാണ്ട് ഈ ഒരു പോർഷനിൽ ഈ റിബ് എന്ന് പറഞ്ഞാൽ ഈ പോർഷനിൽ ഇത് പാത്തിയാണ്. ഈ റിബ് എന്ന് പറഞ്ഞ പോർഷനിൽ ഇതേ അളവിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇറക്കി വെച്ചിരുന്നെങ്കിൽ ഒരിക്കലും അത് ലീക്കേജ് ഉണ്ടാകത്തില്ലായിരുന്നു. ഇവിടെയുള്ള എല്ലാ പൈപ്പും അങ്ങനെ ഇത് പാത്തിക്കകത്താണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വന്ന് പോയൊരു ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, നമുക്കിനി ചെയ്യുമ്പോൾ അത് മാറ്റി ചെയ്യാം. ഓരോന്നേരം അതിനെപ്പറ്റി കാര്യത്തെപ്പറ്റി ആഴമായിട്ട് ചിന്തിച്ച് കാണത്തില്ല, അതുകൊണ്ടാണ്. കുഴപ്പമില്ല. അവനൊരു ഷീറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കാപ്പ് കുടിക്കാൻ പോകണം. അതാണ്. ആംഗ്ലറയിൽ മെഷീൻ വെച്ചിട്ട് സെൽഫ് സ്ക്രൂ മെഷീൻ വെച്ചിട്ട് അഴിയുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്പാനറെ നമ്മുടെ SDS-ൻ്റെ സെൽഫ് സ്ക്രൂ കറക്റ്റ് പിടിക്കുന്ന അഡാപ്റ്റർ ഇട്ട് നമുക്ക് അഴിച്ചെടുക്കാം സിമ്പിളായിട്ട് തന്നെ. കുഴപ്പമില്ല. അഥവാ മെഷീൻ പോകത്തില്ല, അല്ലെങ്കിൽ മെഷീൻ പോകത്തില്ല. നിങ്ങളെ കാണിക്കാൻ ഞാനിവിടെ ആൽബം ഷൂട്ട് ചെയ്യുന്നതാണോ നിങ്ങൾ പറയുന്നത്? ഈ ആത്മാർത്ഥ പണിയെടുക്കുന്നതിനകത്ത് കാണിക്കുമായിരുന്നെങ്കിൽ
ഞാനിന്ന് കോടീശ്വരനെ. അയ്യോ, അവിടുന്ന് പിന്നെ എവിടുന്ന് വേറൊരു കണക്ഷൻ കൊടുക്കാനുള്ള മാർഗമുണ്ടോ? അങ്ങനെ നമ്മുടെ പൊളിച്ചുമാറ്റൽ പരിപാടി ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഒരു 90% നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വർക്കിൻ്റെ. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഇതിന് പുറകിൽ താഴെയായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ താഴെയായിട്ട് ഇതിന് മുമ്പ് ചെയ്ത 2 എപ്പിസോഡും 2 പാർട്ടും കൂടെ കിടപ്പുണ്ട്. ആ പാർട്ട് കൂടെ കണ്ടു നോക്കിയാൽ എന്താണ് ഞാൻ പറയുന്നുള്ള കാര്യം മനസ്സിലാവും. ഇപ്പം നല്ല വെട്ടവും വെളിച്ചമൊക്കെ ആയിട്ടില്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് പ്രോപ്പർലി നേരത്തെ അത് ഓപ്പൺ സ്പേസ് ആയിട്ട് അവർ പ്ലാൻ ചെയ്തിരുന്നതാണ്. പിന്നീട് കുറച്ച് തുണി ഉണക്കാനോ അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നേരത്തെ വീഡിയോ കണ്ടു നോക്കി അറിയാം എന്തായിരുന്നു പ്രശ്നം, നമ്മൾ പൊളിക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മളത് ഈ പോർഷൻ മുഴുവൻ പൊളിച്ച് അത് മാറ്റിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം ഓൾറെഡി നിലവിൽ നിൽക്കുന്നത് സോളാറിൻ്റെ മാസ്റ്റർ ലെഗാണ് നിൽക്കുന്നത്. സോളാർ പാനലിൻ്റെ സ്റ്റാൻഡിൻ്റെ മാസ്റ്റർ ലെഗാണ് നിൽക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു മാസ്റ്റർ ലെഗാണ് ഇവിടെ നിൽക്കുന്നത്. ഇതെല്ലാം ഒന്ന് നമുക്ക് റീപ്ലേസ് ചെയ്ത് മാറ്റി ഇതുപോലെ ബീമേലോട്ട് കൊടുക്കണം. ഇതിപ്പം ബീമേലല്ലാത്ത രീതിയിലാണ് ഈ സാധനം ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. ഇതെടുത്ത് നമ്മൾ ബീമേലോട്ട് ഈ ബീമിൻ്റെ പോർഷനിലേക്ക് നമ്മളിത് കൊടുക്കാനായിട്ട് പോവാണ്. അതെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളിത് പൊളിച്ച് ഇത് പണിയാന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം അപ്രോക്സിമേറ്റ് ഇത്രയാണ് കാര്യങ്ങൾ. 90% പൊളിച്ചു എന്ന് പറഞ്ഞല്ലോ. പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഇവിടെ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ബാറ്ററി ഇരിപ്പുണ്ട്, ഇൻവെർട്ടർ ഇരിപ്പുണ്ട്, ഇൻവെർട്ടറിൻ്റെ ചാർജിങ് സിസ്റ്റം ഇരിപ്പുണ്ട്. പിന്നെ താഴോട്ടുള്ള ഒരു മെയിൻ ഹാളിലേക്കുള്ളൊരു കോട്ടിയാട് പോലുള്ള അവിടെ താഴെ ഫിഷ് പോണ്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരെ അറേഞ്ച് വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ അത് നമുക്കിത് അഴിച്ചു മാറ്റാൻ സാധിക്കത്തില്ല. കാര്യം ഇപ്പം മഴ പെയ്യുന്നുള്ളതുകൊണ്ട് അഴിച്ചു മാറ്റി നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പം ഇന്നത്തെ ദിവസം മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി വർക്കുകളൊന്നും ഇവിടെ ചെയ്യാനായിട്ടുള്ള സാഹചര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നിവിടെ ഒന്നും ചെയ്യാതിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഴയത് വന്നിട്ട് അഴിച്ചിട്ടുള്ള മെഷീൻ്റെ സെക്ഷനെ, ഗ്രിൽ സെക്ഷനെ, പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഗേറ്റർ സെക്ഷനെ, ഇതെല്ലാം നമ്മൾ അഴിച്ചു മാറ്റി ഷീറ്റ് ഉൾപ്പെടെ എല്ലാം നമ്മൾ സേഫായിട്ട് ഇവിടെ മാറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കായിരുന്നു ഇന്ന് ഓൾറെഡി ഫുള്ള് ഇന്ന് നടന്നതാണ്. ഇപ്പോഴും അവർ മേളിൽ ആ വർക്കിൻ്റെ ബാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വർക്ക് കൂടെ പോയി നമുക്കൊന്ന് കണ്ടിട്ട് വരിക, എന്താണ് ആ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങളോടൊന്ന് കണ്ടിരിക്കണം. കാര്യം ആ ഒരു സെക്ഷനാണ് സോളാർ പാനലിൻ്റെ വലിയൊരു ഹ്യൂജ്, ഏകദേശം ഒരു 5 കിലോവാട്ടോ അല്ലെങ്കിൽ 10 കിലോവാട്ടോ മുകളിലോട്ടൊക്കെ നിങ്ങൾ സോളാറിൻ്റെ പാനൽ സെക്ഷൻസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണത്. ഒട്ടുമിക്ക പ്രോപ്പറായിട്ടുള്ള ബ്രാൻഡിങ് ആയിട്ടുള്ള ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. പല ആളുകളും പല സമയത്തും ചിലർ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് അതിൻ്റെ ദൂഷ്യഫലം കുറേ നാളുകൾക്ക് ശേഷം അതൊന്ന് ക്ലീനിങ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കിന് ആ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ആ ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. നേരത്തെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി എന്താണ് നമ്മളവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞിരുന്നു. അത് നമുക്ക് ഞാൻ അപ്പോൾ നമ്മൾ ഈ ഭാഗത്തായിട്ടൊരു ലാൻഡിങ് വേണമെന്ന് പറഞ്ഞായിരുന്നു. കാര്യം ഈ സോളാറിൻ്റെ പാനൽ വാഷ് ചെയ്യണമെങ്കിൽ 2 ലാൻഡിങ് സെക്ഷൻ നമുക്ക് വേണം. അത് നമുക്ക് അതിൻ്റെ വർക്കൗട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയാണ് ഇന്നത്തെ ദിവസം ഇവിടെ മുഴുവൻ നടക്കുന്നത്. അവരുടെ ആൾക്കാർ കട്ടിങ്ങും ഒക്കെ ആയിട്ട് തിരക്കായിട്ട് നിൽക്കുകയാണ്. കുറച്ച് ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളീ പറഞ്ഞ 2 ലാൻഡിങ്, ഏകദേശം 1.5 അടി വീതിയുള്ള 2 ലാൻഡിങ് സെക്ഷൻ, 1.5 അടിയോളം വീതിയുള്ള 2 ലാൻഡിങ് സെക്ഷൻ ഓൾറെഡി. അതിനടുത്ത് രണ്ട് കൈവരിയുണ്ട്, 2 സെപ്പറേറ്റ് കൈവരിയുണ്ട്. കാര്യം ആൾക്കാർ നിന്ന് കഴുകാനായിട്ടൊക്കെ കയറുമ്പോൾ ബക്കറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ താഴേക്ക് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഒരു ഭയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളപ്പോൾ ആലോചിക്കും ഈ താഴെ കാണുന്ന ഈ റണ്ണറിനകത്തോടെ എങ്ങനെ നടക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതിന് വേറെ ഓപ്ഷനും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഓൾറെഡി. അതെന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയാണ് ലാൻഡിങ് സെക്ഷൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ കാല് വെച്ച് പോകാം. പക്ഷേ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം സെക്ഷനകത്ത് തന്നെ അലൂമിനിയത്തിൻ്റെ ചക്കർ ഷീറ്റും കൂടെ ചക്കർ പ്ലേറ്റ് അല്ലെങ്കിൽ ചക്കർ ഷീറ്റ് നമ്മൾ ഓൾറെഡി സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ വെൽഡിങ്ങിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് ഫൈനൽ കോട്ട് പെയിൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് ക്ലിയർ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ അലൂമിനിയത്തിൻ്റെ ഷീറ്റ് നമ്മൾ കൊടുത്തത് ചെയ്യാനായിട്ട് പോകുന്നത്. അവരതിനുള്ള അവിടെ കട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ പരിപാടി വളരെ തിരക്കായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പരിപാടികളൊക്കെ നടക്കട്ടെ. ഇതായിരുന്നു ഇന്നത്തെ സെഗ്മെൻറ്റിലെ വർക്കുകൾ. കാര്യം ഇപ്പം 2 ദിവസത്തെ വീഡിയോസൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഓൾറെഡി ഇപ്പം യൂട്യൂബിലേക്ക് ഞാനിപ്പോൾ ഇടുന്നത്. കാര്യം ആ രീതിയിലുള്ള വർക്കുകളാണ്, വളരെ സ്ലോ ആയിട്ടാണ് ചില കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി വലിയ പാർട്ടായിട്ട് നമുക്ക് ഇടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ചെറിയൊരു നിങ്ങൾക്ക് പറഞ്ഞു പോകുമ്പം ഓൾറെഡി മനസ്സിലാവും. ഇനി ഇത് സെറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിന്യൂ നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാവും. അപ്പോൾ 2 ദിവസമായിട്ട് നടന്ന പരിപാടികൾ ഏറ്റവും മെയിനായിട്ട് നടന്ന 2-3 പരിപാടികൾ മൊത്തം പൊളിച്ചടുക്കി മൊത്തം നമ്മളത് ക്ലിയർ ചെയ്തു. ഇനിയിപ്പോൾ പിന്നീടുള്ളത്
ഈ ഒരു ലാൻഡിംഗ് സെക്ഷൻ പണിയുന്നതായിരുന്നു. ആ ലാൻഡിംഗ് സെക്ഷൻ പണി ഏകദേശം ഒരു 80% പണി പൂർത്തിയായി കിടക്കുകയാണ്. ഇനി അത് കുറച്ച് ടച്ചപ്പ് വർക്കും കുറച്ച് വെൽഡിങ്ങും കുറച്ച് പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് അതൊന്ന് ഫിനിഷിങ് ചെയ്യാനായിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഏറ്റവും ലാസ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ അവിടുത്തെ ഷീറ്റ് ഡ്രസ്സിനടുത്ത ഷീറ്റൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ലാൻഡിങ് അതേ കൊണ്ട് സ്ഥാപിക്കത്തുള്ളൂ. അങ്ങനെയുള്ള കുറേ പ്രൊസീജിയേഴ്സ് കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കഴിയുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കുറച്ച് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ ഈ കാര്യങ്ങൾ പ്രയോജനപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറും കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ സംശയങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒക്കെ നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ മനസ്സ് പറഞ്ഞ് അറിയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഒത്തിരി പേര് വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നിങ്ങൾ കമൻറ്റായിട്ടല്ല, ഡയറക്റ്റ്ലി നിങ്ങൾ നമ്മളെ വിളിച്ചാണ് അഭിപ്രായങ്ങൾ പറയുകയും സജഷൻസ് ഒക്കെ ചോദിക്കുകയും ചെയ്യുന്നത്. അത് ഒരുപാട് മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് തരുന്ന ആ ഒരു സപ്പോർട്ട്. നിങ്ങൾ ഓൾറെഡി കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കമൻറ്റോ ഒന്നും കാണത്തില്ലായിരിക്കും. പക്ഷേ എന്നാലും ഒത്തിരി പേര്, ഒരുപാട് ആൾക്കാർ എന്നെ ഒരു ദിനംപ്രതി, അതായത് ഡെയിലി ഒരു 3 പേരെങ്കിലും എന്നെ ഡെയിലി വിളിക്കുകയും സംസാരിക്കുകയും നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി പേർക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. അപ്പം അത് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കണ്ടൻ്റ് ആണെന്ന് തോന്നിയാൽ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് അത് ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന സമയത്ത് നിങ്ങളത് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഓരോ സെഗ്മെൻറ്റായിട്ട് തന്നെ നമ്മുടെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അതുകൊണ്ട് തന്നെ മിസ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.